ഫിഫയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അഭിനേതാക്കളും എല്ലാം വന്നു. ടോണി അവരെല്ലാം ഓരോരുത്തരായിട്ട് വിളിക്കുന്നതാണ്. ഒരു വലിയൊരു അവസരം കിട്ടി ഒരു നല്ല ഫെസ്റ്റിവലിന് പങ്കെടുക്കാനായിട്ട്. അതിന് ആദ്യം ഒരു നന്ദി പറയുന്നു. വലിയൊരു അവസരം കിട്ടി ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിന് പങ്കെടുക്കാനായിട്ട്. അത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്രൂ എല്ലാവരെയും ഒന്ന് വിളിക്കുവാണ്. എല്ലാവരും ഒന്ന് വരാമോ? എല്ലാവരും ആയോ? ഇത് രാജ്കുമാർ ഞങ്ങളുടെ ക്യാമറാമാനായിരുന്നു. പുള്ളി പഴയകാല സുഹൃത്താണ്. നമ്മൾ ഒരുമിച്ച് ഒത്തിരി വർക്ക് ചെയ്തവരാണ്. എൻ്റെ ഫീച്ചർ ഫിലിം ആദ്യത്തേതാണിത്. അതിന് മുമ്പ് ഒരു ചിൽഡ്രൻസ് ഫിലിമാണ് ചെയ്തിട്ടുള്ളത്. രാജ്കുമാർ സോറി രാജ്കുമാർ ഞങ്ങളുടെ ക്യാമറാമാനാണ്. പിന്നെ നമ്മുടെ അഭിലാഷ് FTAയിൽ പഠിച്ച ഒരു ആക്ടറാണ്. ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ രൂപത്തിലല്ല. അതുകൊണ്ടാണ്. ഓക്കെ. പൗർണമി മോഡലാണ്. എല്ലാ ഇതുമാണ്, ആക്ടിങ്ങും നമുക്ക് വേണ്ടി വന്ന് ചെയ്തു തന്ന ഒരു കുട്ടിയാണത്. പ്രമോദ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തു. ഇതിലൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങും പാഷനായിട്ട് എല്ലാം ചെയ്യുന്ന ഓൾറൗണ്ടറാണ്. സിംഗറാണ്. അതെ. ഇത് എൽവിൻ ഞങ്ങളെ ടെക്നിക്കൽ സൂപ്പർവൈസറാണ്. എൽവിൻ. ഇത് നമ്മുടെ നായികയാണ് സിനിമയുടെ, ദീപ. പ്രിൻസ് എഡിറ്ററാണ്. കൂടെ അസോസിയേറ്റ് ചെയ്തു. എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു. എഡിറ്ററാണ്. യദു ആർട്ട് ചെയ്തത് യദുവാണ്. ഇത് വിവേക് ഇതിലൊരു നല്ല റോള് ചെയ്തു. നമ്മുടെ പുതിയൊരു സുഹൃത്താണ്. ജിയോമി ആക്ടറാണ്. ഇതിലുള്ളതാണ്. ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. ജീവേഷ് മെയിൻ റോള് ചെയ്തു. ജീവേഷും എല്ലാം ഇതിൽ കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ട് ചെയ്യാനായിട്ടും എല്ലാത്തിനും. ലൈറ്റ് ബോയ്, ക്യാമറ, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ, ഇതെല്ലാം ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പേര് ചേർന്നാണ് ഈ സിനിമ മുഴുവൻ ചെയ്തത്. വേറെ ആരുമില്ലായിരുന്നു. നമ്മൾ ഇത്രയും പേര് മാത്രം ഒരു ചെറിയ ക്രൂ ആയിട്ട് വർക്ക് ചെയ്തു. ഇതിൽ പുറത്തുനിന്ന് ഇനി ഒരാളില്ല ഇതിൽ വർക്ക് ചെയ്ത. ലൈറ്റ് ബോയ് ആയിട്ടില്ല, അല്ലെങ്കിൽ പിന്നിൽ വേറെ ആരും ആയിട്ടില്ല. മ്യൂസിക് ചെയ്ത ഒരാളുണ്ട്, രഘുപതി പൈ. പുള്ളി മ്യൂസിക് ചെയ്തു. പിന്നെ ജോപ്പോൾ ലിറിക്സ് എഴുതി. അവരൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഷൂട്ട് സമയത്ത് ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് ഒരു ക്രൂ ഉണ്ടാക്കി. എല്ലാവരും ഒറ്റയ്ക്ക് എല്ലാം സെറ്റ് ഇടുന്ന തൊട്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാവരും എല്ലാ ജോലിയും ചെയ്തു. ലൈറ്റ് മാറ്റണമെങ്കിൽ ക്യാമറാമാൻ പോയി മാറ്റി വയ്ക്കണം. പിന്നെ കാശിറക്കിയത് ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ചു, ഒരുമിച്ച് നിന്ന് എല്ലാവരുടെയും ഒരു ഡെഡിക്കേഷനാണ് ഈ സിനിമ. വേറൊന്നുമല്ല, ഞങ്ങളാകുന്നതിൽ മാക്സിമം ചെയ്തു ഒരു സിനിമ എന്നുള്ള രീതിയിൽ. ആ സിനിമയുടെ സാമ്പത്തിക കാര്യം സത്യത്തിൽ ഇത് നമ്മളും ഇതിൽ അവസാനം പ്രൊഡ്യൂസേഴ്സായി. ഞാനും ജീവേഷും കൂടി. സ്വർണ്ണമാല മാറി കറുത്ത ചരടായി. അങ്ങനെ നമ്മൾ ഇതിലും പങ്കുചേർന്നു. അങ്ങനെ ഉണ്ടായ ഒരു സിനിമ ഒരിക്കലും കാണുമ്പോൾ അതിൻ്റെ ഒരു
കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം സാമ്പത്തികം അറിയേണ്ട അത് പ്രേക്ഷകരല്ല, നമ്മളാണ്. പിന്നെ ക്രൂ മെമ്പേഴ്സിനെ നമ്മുടെ എഫേർട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ, എഫേർട്ടിനെ കുറിച്ച്. അങ്ങനെ വലിയ ഒരു പറ്റുമെങ്കിൽ കഴിഞ്ഞിട്ടതൊരു സെക്ഷൻ ഉണ്ടോ ഇതിലെ? ആ ഉണ്ടോ? ആ ഓക്കെ. തിയേറ്ററിന് പുറത്ത് ഇതുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവണം. ഞാൻ സിനിമയെക്കുറിച്ച് 1-2 വാക്കുകൂടെ പറഞ്ഞോട്ടെ. ഞാനൊരു പുതിയ സ്റ്റൈലിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്കിയ സിനിമയാണ്. ഇതൊരു കഥ പറഞ്ഞു കൊടുക്കരുത് എന്ന് വാശിയോടെ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഒരിടത്തും ഒരു കഥാപാത്രം വന്ന് ഞാനത് ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത് എന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ആ രീതിയിലാണിത്. അപ്പോൾ ഡയലോഗ്സിൽ പോലും എവിടെ കഥ തുടങ്ങുന്നോ അതിനെ ഫോളോ ചെയ്ത് എവിടെ കഥ തീരുന്നോ അതോടെ തീരുവാണ്. ഇതിൽ കഥ പറഞ്ഞു കൊടുക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളുടെ പുറകെ പോവുകയാണ്. ഒരിടത്തും ഞങ്ങൾ ഹൈഡ് ചെയ്ത് കഥ പറയുന്നില്ല എന്നുള്ള രീതിയിൽ ഒന്ന് പറയാൻ നോക്കിയ ഒരു സിനിമയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്കും എന്നാലാവുന്ന ഒരു പരീക്ഷണം അത്രയേ ഉള്ളൂ. സ്ക്രിപ്റ്റിലും ഷോർട്സിലും ഒക്കെ ഞാൻ ചെറിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങളിൽ എത്തിയാൽ എനിക്ക് സന്തോഷം, എത്തിയില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടാലും സന്തോഷം. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിൽ വന്ന് സെക്കൻഡ് വാച്ചാണെന്നുള്ള ഒരു ഇത് പറയുന്നു പലരും. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടെയുള്ളവർക്ക് ഒന്ന് കൊടുക്കുവാണ്, അവരുടെ വാക്കുകൾ കൂടെ പ്ലീസ്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജീവേഷ്. മനോഹരമായിട്ടുള്ളൊരു ക്രൂ ആണ് ഞങ്ങളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നായ്മയും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്തൊരു പടം. അത് ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എസ്പെഷ്യലി ഹൈലി ടാലന്റ് ഞങ്ങൾ അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടോറിയൽ പടമാണിത്. ഇതിൽ ഞാൻ അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 2 പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട്. എന്നുവെച്ചാൽ ഒരു ഹിസ്റ്ററി ആവാം മലയാള സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതിനകത്തൊരു പാട്ടുണ്ട്. ആ പാട്ട് കണ്ടിന്യൂസ് ഷോട്ടിൽ, രാജേട്ടനാണതിന് കണ്ടിന്യൂസ് ഒരു എഡിറ്റിങ്ങും ചെയ്യാതെ ഒറ്റ ഷോട്ടിൽ ആ പാട്ട് തുടങ്ങി അവസാനിക്കുക. അങ്ങനെ ഒരു പാട്ട് മലയാള സിനിമയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്. രണ്ടാമത്തത്, ഇതിനകത്ത് എഴുതിക്കുന്ന ജോപോളേട്ടനും രഘുചേട്ടനും മലയാള സിനിമയിൽ ഇതുവരെ ഇതിനകത്തെ സോങ്സ് ഫുൾ ഹിന്ദിയാണ്. അത് ഹിന്ദി സോങ്സ് എഴുതി ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈ 2 കാര്യം ഇതുവരെ മലയാള സിനിമയിൽ ഫുൾ ഹിന്ദി സോങ് ആയിട്ടുള്ളൊരു ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ 2 ചരിത്രത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഈ നിൽക്കുന്ന ഈ ആത്മാക്കളാണ്. ഇപ്പൊ ആത്മാവായിട്ട് മാറി. അതുപോലെ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ എല്ലാവർക്കും അറിയുന്ന സിനിമയുടെ കഷ്ടപ്പാടെല്ലാം ഞങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സ് നിറഞ്ഞ കാരണം ഞങ്ങളെ അനുഗ്രഹിക്കണം. अरे थोड़े आराम से हंस। सर, इसको थोड़ा टाइम दीजिए सर। भुवन,
ബംഗാളിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്നിട്ട് 5-6 വർഷമായി. തൊട്ടാലേ ഇക്കിളിയുള്ളൊരു വെള്ളം. ഇപ്പോൾ ലോകസിന്റെ വെള്ളം. പുള്ളി ഒരു ശശികലാണ്. ഇക്കിളിയിട്ട് കൊല്ലും. എല്ലാവരുടെയും വാത്സല്യം അനുഭവിക്കാൻ കൊതിയാവും. ഈയിടെ ഇവിടെ വരുന്നവർ പോലും ഞാൻ ഹക്ക് അനുഭവിക്കാറുണ്ട്. ദൈവം തോന്നുന്നു എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്. ഒരു നല്ല രാത്രി തന്നു എന്നെ യാത്രയാക്കാൻ. കലയത്രോത്സവം തൃശ്ശൂർ അതിൻ്റെ ഇന്നത്തെ സമാപന സമയമാണ്. നേരത്തെ കഴിഞ്ഞ സിനിമയുടെയും ഇന്നലെ ഉദ്ഘാടന ശേഷം നടന്ന സിനിമയുടെയും അതിൻ്റെ ഡയറക്ടർമാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും കണ്ടവരുടെ അഭിപ്രായങ്ങളും ഒരു 10-15 മിനിറ്റിനകത്ത് തീർക്കാവുന്ന തരത്തിൽ നമുക്ക് തുടങ്ങാവുന്നതാണ്. ഓ ബിസിനസ് വരും. മനോജ് കുമാർ ഉണ്ട്. മനോജ് കുമാർ പ്രളയശേഷം അതിൻ്റെ സംവിധായകനാണ്. ആ സിനിമയെക്കുറിച്ച് കൂടെ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. ഒരു നല്ല സദസ്സിന്റെ മുമ്പിൽ ഇന്നലെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കുറച്ചുപേര് കാണുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വളരെ സന്തോഷവാനാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ ആരും പറയാത്തതുകൊണ്ട് ഞാൻ കയറി എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചതാണ്. എന്തായാലും ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ സിനിമ മുതൽ അങ്ങോട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ചില അടയാളപ്പെടുത്തലുകൾ പറയാം. ഇപ്പോഴത്തെ സിനിമ ഇപ്പോൾ നമ്മൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഞാൻ വളരെ ഇൻവോൾവ് ആയിരുന്നു ആ സിനിമയിൽ. ക്ലൈമാക്സിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ സിനിമ ഇന്ന് കണ്ട സിനിമ വളരെ എന്താ ഒരു ഹൃദയസ്പൃക്കായ അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അതിൻ്റെ ആക്ടിങ്, അതിൻ്റെ അതിൻ്റെ ഡയറക്ഷൻ, വേ ഓഫ് മേക്കിംഗ്, എസ്പെഷ്യലി മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഘടകം. അതിനകത്ത്
പിന്നെ ആക്ടിങ്, എല്ലാവരുടെയും ആക്ടിങ്, എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു എന്ന് കണ്ടത്, നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും ദിവസം ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് കണ്ട സിനിമകളുണ്ട്, ഇങ്ങനെ വേറെ സിനിമയും കൂടി ഉണ്ട്. പക്ഷേ ഇത് വളരെ ഹൃദയത്തിൽ തട്ടിയ സിനിമയാണ് ഇത് കണ്ടത്. ഓഫ്കോഴ്സ് എനിക്ക് ആ ക്ലൈമാക്സിനെ കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ പ്രളയശേഷം ഒരു ജനകൻ ഇന്നലെ കണ്ടത്, അത് ഞാൻ അതിന് മുമ്പ് കണ്ടതാണ്. കുറച്ചൊരു ലെങ്തി ആണെങ്കിലും അതിൻ്റെ ആ വേ ഓഫ് മേക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല വെൽ ഡയറക്റ്റഡ് മൂവിയാണ്. അതിനൊരു എന്താ പറയുക, ഈ കഴിഞ്ഞ ദിവസം കണ്ടത് സ്വാഹ ഇൻ ദി ലൈൻ ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്വാഹ ശരിക്കും കണ്ടിട്ട് എനിക്ക് ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഒരു അനുഭവമാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ. ബീഹാർ ഒരു ഡയറക്ടർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അയാൾ ജീവിക്കുന്ന ആ ഭൂമികയുടെ ഒരു പിക്ചറാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ബീഹാറൊന്നും അല്ല, പൊളിറ്റിക്സ് അല്ല ഞാൻ പറയുന്നത്. നമ്മൾ കാണുന്ന ബീഹാറല്ല, നമ്മൾ കാണുന്ന ഇന്ത്യയല്ല. അതാണ് ഇന്നലെ ഞാൻ ആ സിനിമയിലൂടെ അനുഭവിച്ചത്. സ്വാഹ ഞാൻ ഒരിക്കലും ആ സിനിമ മറക്കില്ല. ഈ 3 സിനിമകളും മറക്കില്ല. പിന്നെ ശോഭന പടിഞ്ഞാറ്റിൻ്റെ സിനിമ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗേൾ ഫ്രണ്ട്സ്, അതായത് നമ്മുടെ പൊതുസമൂഹത്തിൽ പുരുഷന്മാരുടെ ഒരു ഇടമാണെന്ന് നമ്മളെല്ലാവരും പറയുന്നത്. ഒരു ആണധികാരത്തിൻ്റെയും ആൺമേൽക്കോയ്മയുടെയൊക്കെ ഒരു അടയാളപ്പെടുത്തലാണ് പൊതുസമൂഹം എന്ന് പറയുന്നത്. അതിനെ പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ ശോഭന പടിഞ്ഞാറ്റിൽ ആ സിനിമയിൽ, ഗേൾ ഫ്രണ്ട്സ് എന്ന സിനിമയിൽ ചെയ്തത്. മേക്കിങ്ങിൽ കുറേയും കൂടി നന്നാവാനുണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അതിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ അധികം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ഇതുപോലെ തന്നെ ഒരു സിനിമ കണ്ട് കാസർഗോഡുള്ള സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട ഉടനെ സംവിധായകനെയും ആളുകളെയൊക്കെ കണ്ട് അന്നാണ് ആദ്യമായിട്ടൊരു വാക്യമുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ വാക്യമാണ്. സിനിമ നല്ല രസമുണ്ടായിരുന്നു, നല്ല പിരിമുറുക്കമുണ്ടായിരുന്നു. പിന്നെ വളരെയധികം പാവത്തിനെ പോലെ ഇരിക്കുന്ന ഒരു സംവിധായകനാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ വളരെ പാവം പോലെ ഇരിക്കുന്ന ഒരു സംവിധായകൻ. ആളത്ര പാവമല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ അഭിനേതാക്കളെ കുറിച്ച് ഇതിലെ നായികയും നായകനും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം നല്ല. നിങ്ങളിതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ആണല്ലേ? ഫസ്റ്റ് ടൈം. വെരി ഗുഡ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് തോന്നുന്ന ആ നായകൻ്റെ അഭിനയം, വളരെ ഇത്രയും ഇന്നസെൻ്റ് ആവാൻ പറ്റുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സൗണ്ടും അഭിനയവും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ നായിക വളരെ പ്രത്യേകം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പുഞ്ചിരി തീർച്ചയായിട്ടും അത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നി. കാരണം ത്രൂഔട്ട് വളരെയധികം ചിരിച്ചുകൊണ്ട് വളരെ വശ്യതയോട് കൂടിയിട്ട് ഒരു ലീഡ് റോൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ എനിക്ക് വളരെ നോട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ശ്രീ പ്രമോദാണ്. മറ്റേ തുണി മുതലാളി. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട്, കുറച്ച് ഷോട്ടുകൾ ഉള്ളെങ്കിൽ പോലും അദ്ദേഹം അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ആ ഒരു എന്താ പറയുക, ആ ഒരു വൈകൃത സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ എല്ലാ വൈകൃതങ്ങളെയും കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ ആൾ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ സിനിമയായിട്ട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഡയറക്ടർക്ക് എല്ലാ ക്രെഡിറ്റ്സും തോന്നുന്നു. അതിൻ്റെ ക്ലൈമാക്സ് മുഴുവൻ ആളുകൾക്ക് മനസ്സിലാവും, കൃത്യമായിട്ട് അത് അങ്ങോട്ട് കൺവേ ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഒരു ചെറിയൊരു കൺഫ്യൂഷനോട് കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ കുറച്ച് ആളുകളെങ്കിലും വീട്ടിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നു. നമസ്കാരം. ടോണി സാറെ എനിക്ക് മുന്നേ തന്നെ അറിയാം. ബൊണാമി മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹയാത്രിയും കൂടി എന്ന് അഭിമാനപൂർവ്വം പറയാം. അപ്പോൾ ബൊണാമി ചെയ്ത ഒരാളിൽ നിന്ന് ഇത്തരത്തിൽ മനോഹരമായൊരു പടം വന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം മനോഹരമായി ചെയ്തിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അഭിനേതാക്കളെ കുറിച്ച് കൃഷ്ണേട്ടൻ പറഞ്ഞു. നായകൻ അസാധ്യം. അത് ഫസ്റ്റ് ടു ലാസ്റ്റ് ഫ്രെയിം നിങ്ങൾ ഇത്ര ക്രൂരനാവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള അസാധ്യമായിരുന്നു. എല്ലാവരും പറഞ്ഞ പോലെ ക്ലൈമാക്സ് ചെറുതായിട്ട് പിന്നെ ഊഹിച്ചെടുക്കാം, നായകൻ്റെ ഭാര്യയെ ആയിരിക്കാം എന്ന് തോന്നി.
ചെറിയ വേറെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും. എന്തായാലും ടോണി സാറ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യുന്നതെന്നായിരിക്കും. പിന്നെ ബാക്കി എല്ലാവരും ലോഡ്ജിൻ്റെ കെയർ ടേക്കർ, അവിടുത്തെ ലോഡ്ജ് ബോയ് പ്രമോദ് എൻ്റെ ആത്മാ സുഹൃത്താണ്. ലോപ്പസ്, ഇവനെ ഞങ്ങൾ ഇനി വേറെ കൈകാര്യം ചെയ്തോളാം, മ്ലേച്ഛൻ എന്ന് പറഞ്ഞോളൂ ഞങ്ങൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ബാക്കി ഓരോരുത്തരും ഉണ്ടാവും, ഒരാളെന്ന് പറയാനില്ല. പിന്നെ ക്യാമറ, സൗണ്ട് അസാധ്യം, പാട്ടുകൾ മനോഹരം. എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. ഒരിക്കൽ കൂടി സന്തോഷം. ഞാനിങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനത്തെ മൂവീസൊന്നും കാണുന്ന ആളൊന്നുമല്ല, എന്നാലും പുറകിൽ വന്നിരുന്ന് കണ്ട് അങ്ങനെ പോകുന്നൊരു സാധാരണ പ്രേക്ഷകയാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ മൂവീസും കണ്ടു, ഇന്നത്തെ കണ്ടു. എന്നാലും ഇന്നത്തെ തന്നെ ഇപ്പം കണ്ടതിൻ്റെ ഇതിൽ തന്നെ ഞാൻ ആദ്യം പറയാം, ഇത്രയും ഇഷ്ടമായി എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈമിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പ്യൂപ്പ എന്ന് പറയുന്ന ആ വേർഡ് ബട്ടർഫ്ലൈയുടെ ഒരു ഇതാണ്. അപ്പോൾ ഈ നായിക ആ പ്യൂപ്പ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി എന്നാണ് എനിക്ക് തോന്നിയത്. ശരിയാണോ പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കേട്ടിരുന്നു. അപ്പം അതിന് ബാക്കിലേക്കൊന്നും പോയി ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ അങ്ങനെയാവും എന്നൊന്നും ചിന്തിച്ചില്ല എന്നുള്ളതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നി. അപ്പോൾ കറക്റ്റ് കണ്ട് പോയതിൻ്റെ ഒരു എന്തെങ്കിലും അടുത്തതെന്താന്ന് ഇങ്ങനെ കണ്ടിരിക്കാനുള്ളൊരിതുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാരും. അതിനകത്തെ മ്യൂസിക് ഒത്തിരി നല്ലതായിരുന്നു, അതും പറയാണ്ടിരിക്കുമില്ല. നമ്മൾ ശ്രദ്ധിക്കും ആ മ്യൂസിക് എന്നുള്ളതാണ് ആ സിനിമ കാണുമ്പോൾ. ചില മ്യൂസിക്കും നമ്മൾ സിനിമ കണ്ടത് ഇങ്ങനെ പോകും, മ്യൂസിക് ശ്രദ്ധിക്കില്ല, പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടാവുന്ന മ്യൂസിക് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ആ മൂവി എനിക്ക് നല്ല ഇഷ്ടമായി. ഇന്ന് ഇത്ര നേരം ഇരുന്നതിന് എനിക്കൊരു നല്ല സന്തോഷമായി. പിന്നെ ഈ പ്രളയശേഷം കണ്ടതും ഞാനിങ്ങനെ എന്താ സംഭവിക്കണേ വെച്ചിട്ട് എന്നെ ശരിക്കും ഞാൻ ഇരുന്ന് കണ്ടത് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേട്ടത്തിയുടെ പേര് പറയാൻ കിട്ടില്ല, ഞാൻ മറന്നുപോയി. എന്നാലും അത് ഒത്തിരി നല്ലതായിരുന്നു. കാരണം നമുക്ക് ഇപ്പം എന്താ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ മനസ്സിൽ ഇങ്ങനെ വരും. ഒറ്റയ്ക്കാവുമ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ഫാമിലിയിൽ മക്കൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ആ സിനിമ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. എന്തായാലും അത് നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലെന്താണ് ഓക്കെ. Hello, I am Subrabhadyan Mani, Tamil writer. I enjoyed the film, but most of the film seems to be ordinary film only. But only the end, the twist made a good film. The twist only has made this ordinary film a good, better film. Thank you. വളരെ നല്ല സിനിമാ അനുഭവമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടത്. ഇന്നത്തെ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ഇന്നലെ ഇനാഗുറേഷനിൽ ശശികുമാർ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, അതായത് ഇപ്പോഴത്തെ തിയേറ്ററിനെ കുറിച്ച്. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം സിനിമയുടെ ലെങ്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഇത്രമാത്രം അത് ക്രാഫ്റ്റ് ലേബേഴ്സ് ഞാൻ പറയുന്നത്, അതിൻ്റെ ആ ഒരു മൊത്തം ഒരു ഇത് വരുമ്പോൾ ഇത്രയും ലെങ്തി ആവണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതാണ് ഒരു കാര്യം. പിന്നെ പ്രളയശേഷത്തിൽ അതിനെക്കുറിച്ച് പറയാൻ വരുമ്പോൾ അതിനകത്ത് ആ ഒരു അവരുടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു ഇമാജിനേഷൻ, ഒരു ഫാൻറ്റസി മാതിരി കാണിക്കും. അതിന് കുറച്ച് കൃത്രിമത്വം കടന്നുകൂടി എന്നുള്ള അഭിപ്രായമാണ്. അത് നമ്മുടെ ഒരു വളരെ എന്താ പറയുക, വളരെ സാധാരണ രീതിയിലുള്ള ഒരു ലെവലിലേക്ക് ഈ എന്താണ് അവർ വരുന്നതും പിന്നെ ഓരോ പൊളിറ്റീഷ്യൻ വരുന്നു, അവരെ സിന്ധുവാദം പിടിക്കുന്നു, അതൊക്കെ ഒരു ഇമാജിനേഷനാണ്. എങ്കിൽ പോലും അത് വല്ലാതെ നെയ്വായി പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അഭിനയം ചില സന്ദർഭങ്ങളിലൊക്കെ അഭിനയവും സംസാരവും ഒരു കൃത്രിമത്വത്തിലേക്ക് വഴുതി വീണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ മൊത്തത്തിൽ ആ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നതിന് ആ പടം വളരെ നന്നായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സിനിമ ബ്യൂട്ടിഫുൾ ഫിലിം, ബട്ട് ഫോർ ദി ഈ ലെങ്തിൻ്റെ ഇദ്ദേഹം വിജയൻ പറഞ്ഞതുപോലെ അതിൻ്റെ മ്യൂസിക് വളരെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എന്തായാലും മൊത്തത്തിൽ തന്നെ വളരെ ഇതാണ്. പിന്നെ ഈ ക്ലൈമാക്സ് തീർച്ചയായിട്ടും അതൊരു വരാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സിനിമ കാണുമ്പോൾ ഒരു പുതിയ താരോദയം മലയാള സിനിമയ്ക്ക് വരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇതിലഭിനയിച്ച എല്ലാവരും ഈ 2 സിനിമകളിലും, ഇന്നത്തെ സിനിമയിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും അവരുടെ അഭിനയത്തിൻ്റെ എന്താ പറയുക, തുടക്കക്കാരാണെങ്കിൽ വളരെ വലിയ വിവരങ്ങളിലേക്ക് ഇനി ഉയരാനുണ്ട്. പക്ഷെ തുടക്കക്കാരാണ് എന്ന് പറയാത്ത രീതിയിൽ വളരെ മിക്സഡായിട്ടുള്ള വളരെ നല്ല അഭിനയം കാഴ്ചവെച്ചത്. അഭിനന്ദനങ്ങൾ. പ്രേക്ഷകരുടെ ഭാഗത്ത് വലിയൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നന്നായി.
ഞാനത് പറഞ്ഞോട്ടെ. ഞാൻ അരച്ച ദീപയുടെ ചേച്ചിയുടെ അമ്മാവൻ്റെ മകളാണ്. അപ്പം ഞാനിന്ന് എനിക്കിങ്ങനെ സിനിമ കാണാറുണ്ട്. സ്പെഷ്യൽ ചൈൽഡാണ് എൻ്റെ മകൻ. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സാധാരണ പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരുടെ അഭിനയവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ഏറ്റവും അധികം നായകനെയാണല്ലോ ശ്രദ്ധിക്കുക. പിന്നെ മോളെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. അവൾ കുഞ്ഞു തൊട്ട് ഇങ്ങനെയായിരുന്നു വീട്ടിൽ. അവൾ കലാപരമായിട്ടും എല്ലാത്തിനും അവളൊരു പ്രത്യേകത. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളവരുടെ ഒരു ഭയങ്കര ഇതുണ്ട്. പിന്നെ കണ്ടുമുട്ടലൊക്കെ കുറവാണ്. എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് കണ്ടുമുട്ടൽ കുറവാണ്. പിന്നെ മോൻ്റെ അഭിനയം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര നിഷ്കളങ്കതയും ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? അയ്യോ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് പറയാൻ വാക്കില്ല, അത്രയ്ക്ക് ഇഷ്ടമായി കേട്ടോ. ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. എല്ലാവരുടെ അഭിനയം എത്ര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എല്ലാവരും കേട്ടോ. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ നായകനെ പറയുന്നതുകൊണ്ടാണ് മോൻ്റെ അഭിനയം. അവൾ പിന്നെ എൻ്റെ കുട്ടിയല്ലേ, അത് പിന്നെ അതുണ്ട്. ഭയങ്കര ഇഷ്ടമായി എല്ലാവരും. അപ്പോൾ അതിന് അഭിനന്ദിക്കുന്ന സംവിധായകൻ സാറിന് ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നു കേട്ടോ എല്ലാവരും. എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒരു ഇടയ്ക്ക് അതിൻ്റെ ഒരു ഞാൻ ഇങ്ങനെ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മന്ത്രങ്ങൾ കേൾക്കുന്നുണ്ട് ചില ടൈമുകളിൽ. അത് ശരിക്കും ആദ്യം ഞാൻ വിചാരിച്ച തിയേറ്ററിന് പുറത്താണോന്ന് സംശയിച്ചിരുന്നു. അല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വന്നതാണോ എന്ന് സംശയം. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ശരിക്കും സിനിമയെക്കാളും കൂടുതൽ തോന്നിയത് നടീനെ കുറിച്ചൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അതായത് നടീനെ ഞാൻ ഔട്ട്സൈഡിൽ കണ്ടപ്പോഴും എന്തോ ഒരു പരിചയം എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ ജ്ഞാനഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫിഗർ, അതായത് NS മാധവൻ്റെ കാർമൻ, ആ നായികയുടെ ഒരു ഛായ വരുന്നുണ്ട്. ഏതെങ്കിലും നല്ലൊരു സംവിധായകൻ അങ്ങനെ ഒരു പടം പിടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് കാർമനുമായിട്ട് ചേരുന്നൊരു മുഖമാണ്. ഹലോ, ഞാൻ അവസാനം കണ്ട പീപ്പ എന്ന സിനിമയിൽ പറയാനാണ് ഉദ്ദേശിച്ചത്. അതിൽ എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ടുണ്ട്. മ്യൂസിക്കും ഓരോരുത്തരുടെ അഭിനയവും വളരെ നന്നായിരുന്നു. പക്ഷേ ലാസ്റ്റിലുള്ള ട്വിസ്റ്റ് പെട്ടെന്ന് മനസ്സിലായില്ല ചില ഭാഗങ്ങളെ പറ്റി. അത് സംവിധായകനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതുപോലെ അവരുടെ നായകയുടെ അഭിനയം ഗംഭീരമായിരുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഭാവി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് സംവിധായകനെ കണ്ടിരുന്നതിന് മുന്നേ ഞാൻ ആളുടെ ആദ്യത്തെ ഡോക്യുമെൻ്ററി കണ്ടിട്ടുള്ള ഒരാളാണ്. ചലച്ചിത്ര എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ട്രിവാൻഡ്രത്ത് വെച്ച് ആദ്യം ആളെ വയ്ക്കുമ്പോൾ കൊച്ചു പയ്യനായിട്ട് വന്ന് ആ ഒരു ഡോക്യുമെൻ്ററി അവതരണത്തിന് നമ്മൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇതും വളരെ ആ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ബാക്കി ആരെങ്കിലും ഡോക്യുമെൻ്ററി കണ്ടവരുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് വളരെ നന്നായിട്ട് അഭിനയിക്കുന്നവർ എല്ലാവരും നല്ല നിലവാരം പുലർത്തി. ചെറിയൊരു ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ്റെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. പിന്നെ ഞാൻ അറിയുന്ന ഒരാളിന് പോലീസിൻ്റെ ഒക്കെ വളരെ നന്നായില്ല. ബീഹാർ പോലീസ് തന്നെ അതേപോലെ നന്നായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പേരറിയില്ല ആൾ. അതൊരു സിനിമയുടെ പേര് പറഞ്ഞ പ്യൂപ്പ എന്ന് പറഞ്ഞ പേര് അതൊരു തികച്ചും മാതൃകാപരമാണ് അങ്ങനത്തെ ഒരു പേര്. കാരണം ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി പറന്നു പോകുന്നതിൻ്റെ ആ സൗന്ദര്യശാസ്ത്രം തീരുമാനിക്കുന്നത് കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഞാൻ നായകനോ അല്ല പറഞ്ഞത്. അതായത് ഓരോ ജീവനും അല്ലെങ്കിൽ ഓരോ ജീവിതയാത്രയിലും ഒരുപാട് ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗി നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ പ്യൂപ്പ എന്ന് പറഞ്ഞ ആ ഒരു ടേം വളരെ ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ പറയാതെ പോയിരുന്നിട്ട് ആ പേരിൻ്റെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ള അതൊന്നുകൂടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറഞ്ഞില്ല. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത എല്ലാവർക്കും ഒരു ജാ കാണുന്നുണ്ട്. ജീവനിലും ഈ പറഞ്ഞ കഥാപാത്രങ്ങളിലൊക്കെ ഒരു ജീവൻ പിന്നെ നായികയുടെ പേര്. അപ്പോൾ അത് അല്ല, ഞാൻ തമാശ കൂടുതൽ പറഞ്ഞാണ്. സിനിമ കാഴ്ചയ്ക്ക് നല്ലൊരു അനുഭവമാണ്. തീർച്ചയായും സന്തോഷം. ഇത് തുടരെ കാണാനുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഹലോ,
ഭയങ്കര ഇമ്മേഴ്സീവ് മെസ്മറൈസിങ് പെർഫോമൻസസ് ആയിരുന്നു കേട്ടോ. കണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല, ഭയങ്കര രസമായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പൊതുവേ എഴുത്തുകാർ, പോയറ്റ്സ്, സിനിമക്കാരൊക്കെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ പണിയാണ്. പിന്നെ അദ്ദേഹം തുടക്കത്തിൽ പറയുകയും ചെയ്തു, കഥ പറഞ്ഞു തരൂല എന്ന ഉദ്ദേശത്തിൽ എഴുതിയ ഒരു കഥയാണ് എന്നുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നതിൽ ചെറിയൊരു അത് ശരിയല്ല. അദ്ദേഹം അവരവരുടെ പണി വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് മനസ്സിലാക്കൽ നമ്മളൊരു ഇതുപോലെ ആണ്. അത്രേ ഉള്ളൂ. നമുക്ക് അവരുടെ മറുപടി ഇവരിട്ട് സംസാരിക്കാം. ആദ്യം ഒരു അധ്യാപകൻ സ്കൂളിൽ ക്ലാസ്സിൽ പെട്ടെന്ന് പറയാം, ഈ ചിത്രശലഭം വിരിയുന്നത് എങ്ങനെയാണെന്നുള്ള പൂപ്പ ദിശയിലുള്ള ഒരുത്തിൻ്റെ ഗ്ലാസ് ഭരണി കൊണ്ടുവച്ചു. എന്നിട്ട് ആൾ ഓഫീസ് റൂമിലേക്ക് പോയി. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുട്ടികൾ നിരീക്ഷിച്ചപ്പോൾ ഇത് പുറത്തേക്ക് പൊട്ടി പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിൽ ഇതാകെ കിടന്ന് തിരികെയും മറിയുകയും ചെറുതായിട്ട് പൊട്ടുകയും കണ്ടപ്പോഴത്തേക്കും കുട്ടികൾക്ക് കൗതുകം തോന്നി, ഒരു സ്നേഹം തോന്നി. അവരതിനെ അവരുടെ കൈകൾ കൊണ്ട് പൊട്ടിച്ച് പുറത്തേക്ക് വിട്ടു. പക്ഷേ പുറത്തു വന്ന ആ ചിത്രശലഭത്തിന് നിറമുണ്ടായിരുന്നില്ല, കളറുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് കഥ. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ സംവിധായകൻ പ്യൂപ്പ ദശയിലിരിക്കുന്ന ആളുകളെ എന്നതുപോലെ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് കൈവിട്ടിരിക്കുകയാണ്. അവരവരുടെ മനോധർമ്മം അനുസരിച്ചും, എനിക്ക് തോന്നുന്നു ആ സിനിമ കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇഷ്ടങ്ങളനുസരിച്ചും അതിനുള്ള താല്പര്യങ്ങളൊക്കെ അനുസരിച്ചും അവരഭിനയിച്ച് ഫലിപ്പിച്ച് കാണിച്ച ഗംഭീര ഒരു സിനിമയായിരുന്നു. ഇതിനകത്ത് പറഞ്ഞ എല്ലാവരും സംവിധായകനാണ്. അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പോലീസ് അല്ലേ പോലീസായിട്ട് വന്ന രണ്ടുപേരും നല്ല ഒറിജിനലായിരുന്നു. അതായത് ഒരു സാധാരണ സിനിമ, നമ്മൾ വലിയ അതിഭാവിത്വങ്ങളോ ഏച്ചുകെട്ടുകളോ വലിയ ഒന്നുമില്ലാതെ സാധാരണ ഒരു സിനിമ, സാധാരണ ഒരു സംഭവം അസാധാരണമായ രീതിയിൽ അത് എടുത്ത് ഫലിപ്പിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിന് മുമ്പായിട്ട് ഇൻട്രൊഡക്ഷൻ തന്നത് നന്നായി. എന്തായാലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കും അനുസരിച്ചൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന സാമുവൽ ബെക്കറ്റിൻ്റെ നാടകത്തിൽ അതിൽ 4 കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഓരോരുത്തരും വന്നു പോകുന്നതിനെക്കുറിച്ചും ആധുനിക ലോകത്തെക്കുറിച്ചും ഇതെങ്ങനെയാണ് ഇവരുടെ വളർച്ച, എന്താണ് ഇവർ റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ സാമുവൽ ബെക്കറ്റിനോട് ചോദിച്ചപ്പോഴത്തേക്കും ആൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ കണ്ടെത്തുക. ഇതാണ് സിനിമ അല്ലെങ്കിൽ കല എന്ന് പറയുന്ന ഏതൊരു സംഭവത്തിലുള്ളത്. ഓരോരുത്തർക്കും അവരുടെ രീതിയിലെടുക്കാം. അവിടുത്തെ അന്തരീക്ഷം, സാഹചര്യമല്ല. എന്തായാലും എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്താൽ തിയേറ്ററുകളിൽ കാണിക്കാൻ പറ്റും. ബൈറ്റ്സും കുറേ റിവ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കളക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന ആളെ കൊണ്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവിടെ IFFTയിൽ പ്രദർശിപ്പിച്ചൊരു സിനിമയാണ് എന്നും കൂടെ പറഞ്ഞിട്ട് ആ രീതിയിലും നമ്മുടെ ചെറിയാൻ ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരു സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഓക്കെ, താങ്ക് യു. അഭിപ്രായമാണ്. അപ്പം അവരുടെ അഭിപ്രായം അവരുടേതാണ്. എൻ്റെ സിനിമ ഇങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എടുക്കാം. ഞാൻ അങ്ങനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രളയശേഷം എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല, സോറി അതിനെപ്പറ്റി. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായം പറയുമ്പോൾ സാധിക്കില്ല. നല്ല ഫിലിമാണ്, ഞാൻ കേട്ടു. ഇനി ഏതെങ്കിലും ഒരു ചാൻസ് വരും, അപ്പോൾ കാണാം. പ്യൂപ്പ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ടോണിയായിട്ട് സംസാരിച്ചു. എന്ത് കാണണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ പ്യൂപ്പ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, ചിത്രശലഭം ഒരു ദശയിലുള്ള ഈ ഹൈബ്രിഡ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതാണ്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്യൂപ്പ എന്നുള്ളതിന് എങ്ങനെയാണ് പേര് കൊടുത്തത് എന്നുള്ളത് അവസാനം വരെ മനസ്സിലാവും. അവസാനമാകുമ്പോഴാണ് അത് പ്യൂപ്പ എന്നുള്ള പേര് എത്ര തന്മയത്വമായിട്ട് അതിന് ചേരുന്നുണ്ട് എന്നുള്ള മനസ്സിലാവുന്നുള്ളൂ.
അതുവരെ അതിനെപ്പറ്റി പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുള്ള ഇത് അത് ആ ഹൈപ്പിൻ്റെ ഇഷ്ടം പുറത്ത് വരുന്നത് രണ്ടുപേരും വരുന്നത്, കള്ളനും പോലീസും വരുന്നത്, അതാണ് അതിൻ്റെ ഒരു വലിയ സക്സസ്. പിന്നെ നിങ്ങളുടേത് ആദ്യത്തെ ഒരു ഫിലിമാണെന്നുള്ളത് പറഞ്ഞത് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഫിലിമായിട്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ഭാവി നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനെ വീണ്ടും പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് വരണം, സിനിമയിൽ പ്രശോഭിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായം. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അഭിനയിച്ച ഇവരുടെ പേര് ഹൃദയ, ശ്രീജി, ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? ലീഡിൽ ആദ്യമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും ആരാണ് മേലെ എന്നുള്ള ഒരു ഇതിൽ നമുക്കൊരു സംശയം തോന്നിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് ഹൃദയയുടെ ആ ലാസ്റ്റ് സീൻ വരുന്ന കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്തുള്ള ഭാഗങ്ങളും അതിന് മുമ്പ് അവിടെയൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇദ്ദേഹത്തിന് രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് ഇനിയും മുന്നോട്ട് വരാൻ പല സിനിമകളിലും ഇനി സാധ്യതകൾ ഉണ്ടാവട്ടെ. മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. പിന്നെ ചില തെറ്റുകൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വാരണാസിയാണ്, ബനാറസാണ് ഈ സിനിമ. ബനാറസ് ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വേറെ എവിടെയാണ്. പ്രത്യേകിച്ച് ഹോട്ടൽ, മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ അത് വേറെ എവിടെയാണ്, മലബാർ അവിടെയല്ലല്ലോ ചെയ്ത് ഷൂട്ടിങ്. അപ്പോൾ വേറെ, പക്ഷേ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് വാരണാസി, അത് ശരിയായിരിക്കും. പക്ഷെ അതേസമയം ഒരു സെറ്റപ്പ് കഴിഞ്ഞ് വാരണാസി എന്താണെന്നുള്ള കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് അവിടുത്തെ സീൻസ് എന്തെങ്കിലും കാണിക്കേണ്ടതല്ലായിരുന്നു. ലാസ്റ്റിലെ ആ ഒരു ഭാഗം മാത്രമേ ഇവിടെ വാരണാസി കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അവരെ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം എനിക്ക് വാരണാസിയെ പറ്റി ആ ഭാഗങ്ങളെ പറ്റി നന്നായിട്ട് അറിയാം. ഞങ്ങളൊരു സിനിമ എടുത്തതാണ് 20 കൊല്ലം മുമ്പ്, അതീതെന്നും പറയുന്നത്. അപ്പോൾ ഞാനതിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഓരോ പോയിന്റും. ഈവൻ അവിടെ ഞങ്ങൾ അന്ന് അഭിനയിച്ചപ്പോൾ മഹാരാജാവിൻ്റെ കൊട്ടാരം പോലും എടുത്തിട്ടാണ് ചില കാര്യങ്ങളിലൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ആ ഗംഗാനദിയുടെ സീനും അതിലൊക്കെ പെട്ടെന്ന് ആ ഒരു ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാകുമായിരുന്നു. അത് ചെയ്തില്ല. പിന്നെ രണ്ടാമത്, പഴയ വാരണാസി അല്ല ഇന്നത്തെ ബനാറസ്, അതിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രീറ്റ് മാത്രം കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തെ കച്ചവടങ്ങളുടേതല്ല, അതൊക്കെ ഇന്നത്തെ അതിന് നന്നായിട്ട് അതിനൊന്ന് അവിടെ നിങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷനോ ഒന്നും ആവശ്യമില്ല. യു ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ ഇതായിട്ട് നേരിട്ട് അതെല്ലാം കുറച്ചും കൂടെ അതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിനെ മറ്റുള്ള സൈഡിൽ കാണുന്നവർക്കും ഇത് വാരണാസി ആണെന്നുള്ളൊരു ഫീലിംഗ് കൂടി ഉണ്ടാക്കാമായിരുന്നു. അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഒക്കെ പ്രത്യേകിച്ച് കാരണം എപ്പോഴും നിങ്ങൾ സ്ഥലം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് അവിടുത്തെ കുറച്ച് വ്യൂ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഇതുള്ളത്. പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവർ ചായ കുടിക്കാനായിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ചായയുടെ കൊണ്ട് ഇതിൻ്റെ അവിടെ ഇരുന്നിട്ട് അവിടെ ഒരു ചായക്കട വരാനുള്ള ഒരു സാധ്യതയില്ല ചായ കൊണ്ടുവയ്ക്കാനുള്ളത്. അങ്ങനത്തെ ഒരു അത് അവിടെ അങ്ങനെ ഒരു കടകളിൽ നിന്ന് കൊണ്ടുവരുന്ന മാതിരി കാണിക്കേണ്ടതായിരുന്നു. കാരണം അത് അവിടെ ഒരു ഇതേമാതിരി ബാൽക്കണിയിൽ അവിടെ ഒരു ചായ വയ്ക്കാൻ ഒരാൾ വന്നിരിക്കുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ നടക്കെങ്കിലും ആ സ്ഥലം അത് ശരിയായില്ല. എനിക്ക് ഒന്നും പെട്ടെന്ന് പറയാൻ വെച്ചാൽ, ഞങ്ങൾ മാത്രം ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വന്ന് ഈ സിനിമ ഞങ്ങൾക്ക് IFFTയോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. കാര്യം ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സിനിമ കാണാൻ, എന്നെ മാത്രമല്ല ഷെഹിൻ ഇരിപ്പുണ്ട്, പൗർണമി ഇരിപ്പുണ്ട്, അഭിലാഷേട്ടൻ ഇരിപ്പുണ്ട്, വിവേകേട്ടൻ ഇരിപ്പുണ്ട്, യദു, അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ഒരു വർഷമായി സിനിമയൊന്ന് കാണാൻ കൊതിച്ചിട്ട് ഞങ്ങൾക്ക് ആ അവസരം തന്ന പ്രിയപ്പെട്ട IFFTയോട് തന്നെയാണ് ആദ്യ നന്ദി. ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് അത്രയധികം സന്തോഷമാണ്. ട്രിവാൻഡ്രത്തു നിന്നും അങ്ങേറ്റത്തു നിന്നും എല്ലാം വന്ന് ഇതിനു വേണ്ടി വന്നതാണ്. അതിൻ്റെ കാരണം IFFT സിനിമയാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാ ഹൃദയത്തിലൂന്നിയ വലിയ സന്തോഷത്തിന് നന്ദി ഞാൻ ചേച്ചിക്ക് കൈമാറുകയാണ്. എനിക്കും അത് തന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു അവസരം തന്നതിന്. കാരണം ഒരു വർഷമായി ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്ന് ചെറുപ്പം വരെ ആഗ്രഹിച്ചിട്ട്
ഇത്രയും ഈ ഒരു പ്രായത്തിലാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ സപ്പോർട്ട് ഇവരെല്ലാവരും എനിക്ക് തന്നു. അപ്പോൾ ഒത്തിരി അതിക്രമിച്ച സമയം, അത് കാരണം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ പറയട്ടെ, ഒന്ന് എഴുതി വെച്ചു കേട്ടോ. ഒന്ന് പ്യൂപ്പ എന്ന പേര്. പ്യൂപ്പ എന്ന് പറയുന്ന ഒരു ചേഞ്ചിങ് റൂമാണ്. ഞാനതിന് പരിണാമമുറി എന്നാണ് ഞാനൊരു ആയിട്ടൊരു പേര് ആഗ്രഹിക്കുന്നത്. പരിണാമം സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഗർഭാശയം പരിണാമം സംഭവിക്കുന്ന ഒരു ഗർഭാശയം, അതാണ് എൻ്റെ പ്യൂപ്പ. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു വെല്ലുവിളി ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് ഇനി പറയാം നിങ്ങളെടുത്തതുകൊണ്ടാണ്. ബഡ്ജറ്റാണ്, വളരെ ചെറിയ പൈസയിൽ നമ്മളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ ഒരു കഥ, അതിപ്പോൾ എനിക്കൊരു വാശിയായി, ഞാൻ ഇതെങ്ങനെ ഒരു സ്ക്രിപ്റ്റാക്കാം. പക്ഷേ ഇത് ഒരു വഴിയേ ഉള്ളൂ, ഒരു മുറിയിൽ സിനിമ ഷൂട്ട് ചെയ്യുക, അതാണ് ഏക വഴി. അപ്പോൾ ആ മുറിയെ ഒരു പരിണാമ മുറിയായിട്ട് മാറ്റണം. കുറേ പേര് അതിൻ്റെ അകത്തേക്ക് വരികയും അവർ പരിണമിച്ച് പല സ്വഭാവത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരിടം. ഇത് അങ്ങനെ ഒരു ഇടമായിട്ട് ഒരുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന്, ലൊക്കേഷൻ ബോറടിക്കരുത്, കഥാപാത്രങ്ങൾ ബോറടിക്കരുത്, അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവണം, ഫ്രെയിം ബോറടിക്കരുത്, ആംഗിൾ ബോറടിക്കരുത്. അങ്ങനെ ആണ് ഒരു പരിണാമത്തിനൊരു മുറി ഉണ്ടാക്കിയത് ഈ സിനിമയിൽ. അങ്ങനെ പരിണാമത്തിനൊരു മുറി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുറേ ക്യാരക്ടർ, സത്യത്തിൽ എല്ലാവരും അങ്ങനെ ഓരോരുത്തർ അടുക്കി വയ്ക്കുകയാണ് ഇത് ചെയ്തത്. ഒരു ക്യാരക്ടറിനെ ഒരു തുടക്കം മുതൽ ഒരു പുഴു അതിൻ്റെ അകത്തേക്ക് വരികയും അത് പുഴു പരിണമിച്ച് പുറത്തേക്ക് പോവുകയും കഥാപാത്രങ്ങളും എല്ലാം അങ്ങനെയുള്ള രീതിയിൽ ആഗ്രഹിച്ചാണ് ഞാൻ ആ പേരിട്ടത് പ്യൂപ്പ. പരിണാമം എന്ന് ആണ് ഞാൻ ആദ്യം സിനിമയ്ക്ക് എഴുതിയപ്പോൾ പേരിട്ടത്. പരിണാമം മാറ്റിയിട്ട് പ്യൂപ്പയിലേക്ക് വന്നു. അത് കാര്യം അങ്ങനെ ഒരു പരിണാമത്തിൻ്റെ പൂർണ്ണത എന്നുള്ള രീതിയിലേക്ക്, അങ്ങനെയാണ് അതിൻ്റെ പേരിൻ്റെ കഥ. അപ്പോൾ ഈ തിരക്കഥ എനിക്ക് തോന്നിയത് എഴുതുമ്പോഴൊക്കെ ഉള്ള ഒരു വെല്ലുവിളി ഒറ്റമുറി എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, രാജ്കുമാറാണ് ക്യാമറ ചെയ്തത്. അപ്പോൾ നമുക്കിതെങ്ങനെ ബോറടിക്കാതെ ചെയ്യാം. അപ്പോൾ നമ്മളെ ഒരു ഇതിൽ നിന്നാണ് അതിലെ പല കോണുകളുണ്ടാക്കി. പ്രണയിക്കാൻ ഒരിടം, വയലൻസിനൊരു സ്ഥലം, ഒരു മുറിയിൽ തന്നെയാണ് ഇതെല്ലാം. പിന്നെ വഴക്ക്, അല്ലെങ്കിൽ സൗഹൃദം കൂടാൻ ഒരിടം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടാക്കി. രാജ്കുമാർ അതിനൊരു ലൈറ്റിംഗ് പാറ്റേൺ, നമ്മൾ 3 ലൈറ്റിംഗ് പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം അവർ തമ്മിലുള്ള അപരിചിതത്വം വരുന്നവരെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ. അത് കഴിഞ്ഞ് കുളിക്കാൻ കയറുമ്പോഴേക്കും പുള്ളി ലൈറ്റൊക്കെ ഇടുകയും അവിടെ പുതിയ സൗഹൃദത്തിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ, പിന്നെ വയലൻസിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ, അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് രാജ്കുമാർ അത് എനിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, എനിക്ക് ഏറ്റവും സന്തോഷം ഈ സിനിമയിലുള്ളത് രാജ്കുമാറാണ്. എൻ്റെ കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലുത്. അത് ബാക്കിയെല്ലാം ഓരോരുത്തർ വന്ന് ചേരുകയും ഒക്കെ ചെയ്യുന്ന, നമുക്ക് ഇതുപോലെ പുതിയ ആൾക്കാരാണ്, ശരിയാണ്. അപ്പോഴും നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കണം ഇതൊക്കെ എന്നുള്ള രീതിയിൽ ആലോചിച്ചു. പുതിയ ആളായാലും വലിയ അതായാലും നമ്മൾ ചെയ്യേണ്ട ജോലി നന്നായിട്ട് ചെയ്യുക. 1 തവണ അല്ലെങ്കിൽ 15 തവണ നമ്മൾ ചെയ്യും, അപ്പോൾ കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പണി ചെയ്ത് പലരും ബുദ്ധിമുട്ടി ചെയ്തു. ഞാൻ അതൊന്നും നിങ്ങൾ അറിയേണ്ടതല്ല, ശരിയാണ്. അത് ഞാൻ മനസ്സ് വികാരം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, അതാണിത്. പിന്നെ എനിക്ക് സ്ക്രീനിങ്ങിലൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ സിനിമ ഇങ്ങനെ വരും, ആളുകൾ അവസാനം എന്ത് ചെയ്യും, കൈയടിച്ചതിന് വളരെ സന്തോഷമാണ്. അത് എൻ്റെ ഒരു കാര്യം. ഞാൻ വെളിയിൽ ആദ്യമായിട്ടാണ് ഇത് ഒരാൾ കാണുന്നത്, ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നു, അത് സന്തോഷം. പിന്നെ ഒറ്റ ദിവസത്തെ കഥയാണിത്. ഒരു വൈകുന്നേരം തുടങ്ങി, ഒരു വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി, രാവിലെ 5 മണിക്ക് പരിപാടി തീരും. അങ്ങനെയുള്ള രീതിയിലാണ് കഥ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ലെങ്തിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. തിരക്കഥയുടെ ലെങ്ത്, സിനിമയുടെ ലെങ്ത് ഇത്ര വേണോ എന്ന് ചോദിച്ചതിന് ഉത്തരവാണ്. ഞാൻ ലെങ്തിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഈ കഥ വളർന്ന് പരിണമിച്ച് തീരുന്നവരെയുള്ള ലെങ്ത് അത്രയും ഞാൻ ആലോചിച്ചുള്ളൂ. ബോധപൂർവ്വം അതിനെ ക്രോപ്പ് ചെയ്യാൻ നോക്കിയില്ല എന്നതാണ് അതിൻ്റെ ഒരു വശം. അത് പിന്നെ സൗണ്ട് ചെയ്ത അബി ഇവിടെ ഇല്ല. സിങ് സൗണ്ടാണ്. അബി ആദ്യമായിട്ടാണ് സിങ് സൗണ്ട് ചെയ്യുന്നത്.
അബി വന്ന് നിന്ന് മെനക്കെട്ട് ചെയ്തു. അബിയെ ഞാൻ അത് ഓർക്കുന്നു. അബിയുടെ ഞാൻ അബിയായിട്ട് ചില്ലറ വഴക്കൊക്കെ ആയി. പക്ഷേ എന്നാലും ആ കഴിവിനെ എങ്ങനെ ഞാൻ തള്ളി പറയും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തു. അതിന് അവസാന ഭാഗം ചെയ്ത എൽവിൻ, 1-2 ഷോട്ട്സ് എൻ്റെ സൗണ്ട് ചെയ്ത എൽവിൻ, എല്ലാം എൽവിൻ നമ്മളെ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസറാണ്. ഒറ്റയാൾ പട്ടാളമായിട്ടെല്ലാം ചെയ്തു. നന്ദി. പിന്നെ അഭിനയിച്ച അഭിലാഷാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾ. അഭിലാഷിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കട്ട് പറയാൻ തോന്നില്ല. അതാണ് അഭിലാഷിൻ്റെ കുഴപ്പം. അപ്പം നമ്മൾ ചിലയിടത്ത് കട്ട് പറയാതെ തീരട്ടെ എന്ന് പറഞ്ഞിരുന്നത്, ഇങ്ങനെ മഴ പെയ്താൽ തീരട്ടെ എന്നല്ലേ പറയാൻ പറ്റുക. അപ്പോൾ ഇത് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്ത കാര്യം. ഞാൻ സ്ക്രിപ്റ്റ് ഒരു 3 മാസം മുമ്പ് അഭിലാഷിന് കൊടുത്തു. അഭിലാഷ് അതിനെ എനിക്ക് ഹിന്ദി സിനിമ കണ്ടുള്ള ഹിന്ദി അറിവേ ഉള്ളൂ. അപ്പോൾ ഞാൻ മലയാളത്തിൽ ഡയലോഗിനെ ഇത് ചെയ്തിട്ട് എല്ലാം ഡീറ്റെയിൽ ഡയലോഗായിട്ട് ഞാൻ അഭിലാഷിന് കൊടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് അഭിലാഷ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പറ്റില്ല, UP പോലീസാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാൾക്കേ പറ്റൂ. ഞാൻ അഭിലാഷിൻ്റെ വേറൊന്നും കണ്ടിട്ടില്ല, ഹാർഡ് വർക്ക് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയും അഭിലാഷ് ഹാർഡ് വർക്ക് ചെയ്യും, അതുകൊണ്ട് അഭിലാഷ് എന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അഭിലാഷ് അത് പഠിച്ച് ഓരോ മൂളലും ഭംഗിയായി ചെയ്തു. താങ്ക്സ്. അത് അതെ എല്ലാം അതുപോലെ തന്നെയാണ്. അതിനെ കറക്റ്റായിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. എല്ലാ സാധനവും സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ്. ചെറിയ മൂളലുകൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ആഡിങ്ങേ ഉള്ളൂ അതിൽ. പിന്നെയുള്ള എഡിറ്റ് ചെയ്ത പ്രിൻസ് എവിടെയോ പോയി. അതാ പ്രിൻസ്. ഏതാ നമ്മളെ കള്ളനായിട്ടും അഭിനയിച്ചു. വേറെ വഴിയില്ല, പുറത്തൊരാളെ വിളിക്കാനതിന് അടുത്തുനിന്ന് ഒരാളെയും കൂടെ പിടിച്ചിരുത്തിയെന്നേ ഉള്ളൂ. പ്രിൻസ് എൻ്റെ കൂടെ എല്ലാ നിമിഷവും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് തൊട്ട് തീരുന്നവരെ ഉറങ്ങാതെ പണി ചെയ്തവർ. അതുകൊണ്ട് പ്രിൻസിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നു. പിന്നെ പ്രമോദ് എല്ലാം ഉറങ്ങാതെ എല്ലാം ചെയ്ത പ്രമോദ്, ഏതു കൂടെ ഉണ്ടായിരുന്നു, ജിയോമി, എൽവിൻ പറഞ്ഞു. പൗർണമി. ഞാൻ പല നടിമാരെ അന്വേഷിച്ചിട്ട് എൻ്റെ ഈ ബജറ്റിലുള്ള ഒരു നടിയെ കിട്ടണം, കാണാൻ ഇത്തിരി സുന്ദരിയായിരിക്കണം എന്ന്. എങ്ങനെയുണ്ട് ചേച്ചി? അങ്ങനെ എൽവിൻ, പൗർണമി, ഷഹീൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. ഇത് എൻ്റെ സിനിമയല്ല, നിങ്ങളുടെയൊക്കെ സിനിമയാണ്. തീർന്നു. പിന്നെ ഇതൊക്കെയാണ് വാരണസിയുടെ ഒരു കുറവിനെ കുറിച്ച് പറഞ്ഞു. വാരണസിയുടെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി നീളം ഒരു സാധനം അതിൽ സ്ക്രിപ്റ്റ് എങ്ങനെ പോയി, സ്ക്രിപ്റ്റ് എങ്ങനെ തീർന്നു, അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. അല്ലാതെ ആളുകൾ വാരണസിയിലേക്ക് വരുന്നത് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ക്യാമറ പുറത്തേക്ക് ഇറങ്ങുന്നു, ഇവരകത്തേക്ക് കയറുമ്പോൾ ക്യാമറ അകത്തേക്ക് കയറുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ചില സൗണ്ടിലൂടെയാണ് അത് കൂടുതലും വർക്ക് ചെയ്യാൻ നോക്കിയത്. അതിൻ്റെ ആംബിയൻസ് നിലനിർത്താൻ ശ്രമിച്ചു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ക്ലൈമാക്സിൻ്റെ കാര്യം അതാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ക്ലൈമാക്സിൻ്റെ കാര്യത്തിൽ ഞാനൊരു ഇത് ചില രംഗങ്ങളിൽ ഒരു ഇതുണ്ട്. ഞാനിതിൽ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചു. നമ്മൾ അവസാനം ഒരു കഥാപാത്രം വന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങളങ്ങനെ ചെയ്തു, നിങ്ങളപ്പം ഞാൻ അത് കണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അതാരാണ്, മലയാളിയാണോ എന്ന് ഞാൻ ഓരോരുത്തരായിട്ട് നിരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട എന്ന് ഞാൻ വെച്ചു. കാര്യം നിങ്ങളതിൽ കൂടെ അനുഭവിച്ചു പോയവരാണ്. മലയാളിയാണോ, അവൻ മലയാളിയാണോ, അത് മലയാളിയാണോ, നിങ്ങൾ എവിടെയാണ് വീട്, അത് നിങ്ങളുടെ അയാളുടെ പേരെന്താണ്, പിന്നെ അയാളുടെ ഹിസ്റ്ററി എന്താണ്, ഇതെല്ലാം ഒരു ചോദ്യങ്ങളിലൂടെ ഉണ്ടായി വരണം എന്ന് വിചാരിച്ചു. ആ ചോദ്യങ്ങൾ തുടങ്ങുകയും നിങ്ങൾ അതിൻ്റെ കൂടെ പോവുകയും പിന്നെ അവസാനം എങ്ങനെയാണോ അത് തീരുന്നത് അതുപോലെ തീരുക. അല്ലാതെ ഞാൻ ബോധപൂർവം ഇയാളെ കൊണ്ട് നിങ്ങളെ പറയിക്കുകയും ഞാനിതാണ് നിങ്ങളിതാണ് എന്ന് പറയേണ്ട കാര്യം എനിക്ക് തോന്നിയില്ല. കാര്യം നമ്മുടെ പ്രേക്ഷകർ അതിനോളം വളർന്നു. അപ്പോൾ നമ്മളെ കാഴ്ചകളും അതിനോളം വളർന്നു. നമ്മൾ യഥാർത്ഥത്തിൽ അവരെ കൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ. ആ മുറിയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അതൊന്നും വിറ്റ്നസ് ചെയ്യത്തില്ല. അതുകൊണ്ട് അത് നിങ്ങൾ അതിൽ കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ആര് എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇയാൾ അന്വേഷിച്ചതാണ്. ഈ വയസ്സായ ആളാരാണ്, ഇതെല്ലാം ചോദിച്ചതാണ്. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സും. അതാണ് എൻ്റെ ഭയവും അതായിരുന്നു, ആർക്കും കിട്ടുമോ ഇല്ലേന്നൊക്കെ.
കിട്ടിയെടുത്ത് സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു ബൈ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റ് ജോബോളേറ്ററാണ്. പറയുവാൻ ഇതാദ്യമായി അല്ലെങ്കിൽ കണ്ണിൽ ബിന്ദും മതാരമൊക്കെ എഴുതിയ ജോബോളേറ്ററാണ്. ഇവർ രണ്ടുപേരും US-ലാണ്. അവിടെ ഇരുന്നിട്ടാണ് ഇവരിത് മുഴുവൻ ചെയ്തത്, ഈ മനുഷ്യന്റെ ഹൃദയത്തോട് ചേർത്തത്. ജോബോളേറ്റൻ ആദ്യമായിട്ട് ഫുൾ ഹിന്ദി സോങ് എഴുതുന്ന സിനിമയാണ്. രഘുചേട്ടനും വളരെ മനോഹരമായിട്ട് ഹിന്ദി സോങ് ഫുൾ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ രണ്ടുപേർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി, IFFTക്ക് നന്ദി. താങ്ക് യു. നന്ദി എല്ലാവർക്കും. നന്ദി മനോജ് കുമാർ, ടോണി നല്ലൊരു സിനിമ അനുഭവം കാഴ്ചവെച്ചു. അതിന് സംശയങ്ങളെല്ലാം തീർത്തു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. നാളെ സമയം